ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ വന്നിട്ടുള്ളത്. സാധാരണ എപ്പോഴും വരുന്ന പോലെയുള്ള ഒരു വ്ളോഗായിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലായിട്ട് വരാനുള്ള കാരണം നിങ്ങളുടെയും കൂടെ ഒരു സപ്പോർട്ട് അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് വലിച്ചു നിന്നിട്ടില്ല, എന്താ കാര്യം എന്നൊക്കെ പെട്ടെന്ന് തന്നെ പറയാം. പിന്നെ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ, വലിയൊരു വീഡിയോ ഒന്നല്ല. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പെട്ടെന്ന് തന്നെ പറയാം, കൂടുതലായിട്ട് വലിച്ചു നിന്നിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് ചെറിയ രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റൊന്നല്ല, നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഹെയർ ആക്സസറീസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ വാട്സപ്പിലൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബിസിനസ്സിൻ്റെ നെയിം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു പേജിന് കൊടുത്തിട്ടുള്ള നെയിം BM ആർട്ട് കഫേ എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്കും അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിൽ പറ്റുന്നവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്, അതുകൊണ്ട് തന്നെ ഇനി ജോയിൻ ചെയ്യുന്നവരുടെ നമ്പേഴ്സും കാര്യങ്ങളൊന്നും വേറെ ആർക്കും കിട്ടൂല കേട്ടോ. നിങ്ങൾക്ക് മറ്റുള്ളവരതും കിട്ടൂല, അതുപോലെ നിങ്ങളത് വേറെ ആർക്കും നിങ്ങളുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ഹെയർ ആക്സസറീസ് ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. യൂട്യൂബിലും കൂടി വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം ബാക്കി ഉണ്ടാക്കിയിട്ട് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ മെയിനായിട്ട് ഇപ്പോൾ സൂഹിക്ക് ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോസാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് അതേപോലത്തെ മോഡൽ ഉണ്ടാക്കി തരും. അല്ല നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഉണ്ടാക്കി തരും. നിങ്ങൾ ഡ്രസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ കളർ കോമ്പിനേഷനൊക്കെ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അതിനുള്ള മെറ്റീരിയൽസും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ളതാണെങ്കിൽ ഞാനത് ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഹെയർ ആക്സസറീസ് മാത്രമല്ല, അല്ലാത്ത രീതിയിൽ കൊറിയൻ സ്റ്റൈലിലെ ഹെയർ ആക്സസറീസ് ഉണ്ടല്ലോ, കുട്ടികളുടെ ഹെയർ ലീവ്സിൻ്റെ ചെറിയ ക്ലിപ്പ്, അതുപോലെ ഹെയർ ബാൻഡ്സൊക്കെ ഉണ്ടല്ലോ ചെറുത്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ ഇതിൽ സെയിൽ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ അതിൽ ഷെയർ ചെയ്യണ്ട കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു ക്ലിപ്പിൻ്റെ ഒരു മോഡലുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ കുറച്ച് ഐറ്റംസ് അതിൽ കാണിച്ചു തരാം. ബാക്കിയൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് അതൊക്കെ വാങ്ങിക്കാൻ നോക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സിലാണുള്ളത്. ഇതിൽ മെയിനായിട്ട് ഞാൻ സൂഹിക്ക് ഉണ്ടാക്കിയ ഐറ്റംസൊക്കെയാണ്. അപ്പോൾ അതിൽ കാണിക്കാം. 2-3-4 ഐറ്റംസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ബാക്കി നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റായിട്ട് സൂഹിക്ക് ഉണ്ടാക്കിയൊരായിട്ട് കേട്ടോ കാണിച്ചു തരാം. ഇതൊക്കെ പെട്ടെന്ന് നമ്മളൊരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഒരു ഡ്രസ്സ് നോക്കിയപ്പോൾ അതിക്ക് മാച്ചായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരു നൈലോൺ ബാൻഡിൽ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ളതാണ് കേട്ടോ. ഞാനിത് മെയിനായിട്ട് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പെൺകുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൂടുതലായിട്ട് അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ. ആൺകുട്ടികളാണെങ്കിലും നോക്കും, പക്ഷെ നമ്മൾ പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാനും. അപ്പോൾ ഞാൻ ഡ്രസ്സ് നോക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഹെയർ ആക്സസറീസ് ആട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ നൈലോൺ ബാൻഡിലുള്ള ഹെയർ ആക്സസറീസ് നോക്കിയ സമയത്ത്, നൈലോൺ ബാൻഡ് പറഞ്ഞാൽ അത്രയും കംഫർട്ടായിരിക്കും കുട്ടികൾക്ക്. ഇതിട്ട ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും നീട്ടാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ അതിലുള്ള ഐറ്റംസ് നോക്കിയപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 100ൻ്റെ മേലെ, അല്ലെങ്കിൽ പിന്നെ 200-300 ആ ഒരു റേഞ്ചിലൊക്കെയാണ്. ഈ ഒരു നൈലോൺ ബാൻഡിൽ ചെറിയൊരു ഫ്ലവർ വെച്ചിട്ടുള്ളതാണെങ്കിൽ പോലും നല്ല റേറ്റാണ്. അപ്പോൾ ഒരു 100ൻ്റെ താഴെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും വാങ്ങിക്കാന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അങ്ങനെ കിട്ടാതായപ്പോൾ ഞാൻ തന്നെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ അതിനുള്ള ഐറ്റംസൊക്കെ കളക്ട് ചെയ്തിട്ട്, അതൊരു പർട്ടിക്കുലർ പ്ലേസിൽ നിന്നല്ല, എനിക്ക് പറ്റുന്ന എവിടെ നിന്നൊക്കെയാണോ കിട്ടുന്നത് അവിടെ നിന്നൊക്കെയാണ് കളക്ട് ചെയ്തിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇതേപോലെ എന്നെ പോലെ അന്വേഷിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, ഈ ഒരു കുറഞ്ഞ റേറ്റിലൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ അതായത് കുറഞ്ഞ റേറ്റിൽ എഴുതിയിട്ടും ക്വാളിറ്റിക്കൊന്നും വ്യത്യാസമില്ല കേട്ടോ, നല്ല ക്വാളിറ്റി തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. ഇതൊക്കെ അത്രയും ഒട്ടിച്ചിട്ടുണ്ട്, ഒരിക്കലും പോരാത്ത രീതിയിൽ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരിക്കലും പോരാത്ത രീതിയിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ഗമ്മൊക്കെ യൂസ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ റൈറ്റ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേ മോഡൽ അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ചസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ സൂഹിക്ക് ഉണ്ടാക്കിയത് അതൊരിക്കലും സെയിൽ ചെയ്യില്ല കേട്ടോ. നിങ്ങൾ ഇനി അത് യൂസ് ചെയ്ത ഐറ്റംസ് തന്നെ സെയിൽ ചെയ്യാന്ന് വിചാരിക്കില്ലേ, ഇതെന്തായാലും എൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും. ഇതേപോലത്തെ ആർക്കാ വേണ്ടത് വെച്ചാൽ അവർക്ക് ഇതേ മോഡലും വേറെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഇതും നൈലോൺ ബാൻഡിലുള്ള ഒരു
ആണ് കേട്ടോ, ഹെയർ ആക്സസറിയാണ്. ഇതൊരു ന്യൂഡ് ഷെയ്ഡിലാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കളർ മാച്ച് ആയിട്ടുള്ളതും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ന്യൂഡ് കളറിലാകുമ്പോൾ നമുക്ക് ഏത് ഡ്രസ്സൊക്കെ കുറച്ചും കൂടി മാച്ച് ആയിട്ടൊക്കെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ന്യൂഡ് ഷെയ്ഡിലാണ്. പിന്നെ സാധാരണ ഹെയർ ബാൻഡ്സിനും ഉണ്ടാക്കണം കേട്ടോ. ഇതൊന്നും സൂഹിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയല്ല, ഇത് നമ്മുടെ പേജിൽ തന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് ഇവിടെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ക്രൗൺ ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽസിലും കാര്യങ്ങളിലൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണെങ്കിൽ ഉണ്ടാക്കി തരും. പിന്നെ അതുപോലെ അപ്പോൾ നൈലോൺ ബാൻഡിലും സാധാരണ ഹെയർ ബാൻഡിലും ഉള്ള ഇപ്പോൾ കണ്ടല്ലോ. പിന്നെ അതുപോലെ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിലും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. സാധാരണ നമ്മുടെ ഇതുപോലെയുള്ള അലിഗേറ്റർ ക്ലിപ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തേലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് ഇഷ്ടമുള്ള മോഡൽസിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്ന മിക്ക ഫോട്ടോസിലുള്ള ഇപ്പം ഈ ഒരു ഐറ്റം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നൈലോൺ ബാൻഡിലും സാധാരണ ഹെയർ ബാൻഡിലും ഏതിലാണോ വേണ്ടത് അതിൽ ചെയ്തു തരും. അപ്പം നമ്മളിപ്പോൾ ഒരു നല്ല ഇതിലുള്ളൊരു ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അലിഗേറ്റർ ക്ലിപ്പിലാണ് വേണ്ടത് വെച്ചാൽ അത് അലിഗേറ്റർ ക്ലിപ്പിൽ ഉണ്ടാക്കി തരും. സാധാരണ ഒരു ഹെയർ ബാൻഡിലാണ് വേണ്ടത് വെച്ചാൽ ഹെയർ ബാൻഡിൽ ഉണ്ടാക്കി തരും. അങ്ങനെ ഏത് മോഡലാണോ വേണ്ടത് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കി തരും. അതുപോലെ ഇപ്പോൾ 3 മോഡൽസ് കണ്ടല്ലോ. പിന്നെ സാധാരണ നമ്മൾ ടിക്ടാക് ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ടിക്ടാക് ക്ലിപ്പിലും ഉണ്ടാക്കി കൊടുക്കുന്നത്. ടിക്ടാക്കിൽ ഇപ്പോൾ ഞാൻ ഒറ്റ മോഡൽ ഇപ്പോൾ കയ്യിൽ വെച്ചിട്ടില്ല. ഇനി ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പറ്റുന്ന സമയത്ത് നമ്മൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റംസ് മാത്രമല്ല, അല്ലാതെ കൊറിയൻ ഹെയർ ആക്സസറീസ് പോലെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഈ ഒരു ഐറ്റം മാത്രം കേട്ടോ കയ്യിൽ. വേറെ കുറച്ച് അടിപൊളി ഐറ്റംസ് ഓർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വന്നാൽ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ സാധാരണ ചെറിയൊരു പാക്കറ്റിൽ ഒരു 10 രൂപേൻ്റെയൊക്കെ ചെറിയ ക്ലിപ്സ് ഉണ്ടല്ലോ. എന്നാലും ഇത് പുറത്തെത്തി എനിക്കല്ല, ഞാനത് 10 രൂപക്കാട്ടോ സെയിൽ ചെയ്യണത്. അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കുന്നുണ്ട്. അപ്പം പറ്റുന്നവരൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ആവാൻ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ ഞാൻ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.